മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കം അനുവദിക്കില്ല എന്ന് തമിഴ്നാട്ടിലെ ജോസഫ് വിജയ് സർക്കാർ ആദ്യ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയത് വൻ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ കർണാടകയിലെ മേക്കദാട്ടു അണക്കെട്ടിലും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വിജയ് സർക്കാർ. മേക്കദാട്ടു അണക്കെട്ട് പദ്ധതിക്കെതിരെ തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. കാവേരി നദിക്ക് കുറുകെ ഡാം നിർമ്മിക്കാനുള്ള കർണാടകത്തിന്റെ നീക്കത്തിനെതിരെയാണ് പ്രമേയം. പാരിസ്ഥിതിക സാങ്കേതിക അനുമതി നൽകരുതെന്ന് കേന്ദ്രത്തോട് തമിഴ്നാട് ആവശ്യപ്പെട്ടു. തമിഴ്നാടിന്റെ ജലാവകാശം സംരക്ഷിക്കുമെന്ന് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് വ്യക്തമാക്കി. പ്രമേയത്തെ പിന്തുണച്ച് കോൺഗ്രസ് എംഎൽഎമാരും രംഗത്തെത്തി. ഏകകണ്ഠമായാണ് പ്രമേയം പാസാക്കിയത്. കാവേരി തർക്ക പരിഹാര ട്രൈബ്യൂണലിന്റെയും സുപ്രീം കോടതിയുടെയും വിധികൾ ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായാണ് കർണാടക മേക്കദാട്ടു പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. കോടിക്കണക്കിന് രൂപ ചെലവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഡാം തമിഴ്നാട്ടിലെ കർഷകരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ പദ്ധതി നടപ്പിലാക്കാനുള്ള കർണാടകയുടെ നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും പ്രമേയത്തിൽ വ്യക്തമാക്കി. കാവേരി നദീതടം ഇതിനകം തന്നെ ജലക്ഷാമം നേരിടുകയാണെന്നും ലഭ്യമായ വെള്ളം സംസ്ഥാനങ്ങൾക്കിടയിൽ പൂർണ്ണമായി വീതം വെച്ചിട്ടുള്ളതാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ നദീതടത്തിൽ പുതിയ പദ്ധതികൾ തുടങ്ങാനോ കൂടുതൽ വെള്ളം ഉപയോഗിക്കാനോ നിയമപരമായി സാധ്യമല്ല എന്നാണ് തമിഴ്നാടിന്റെ വാദം. കർണാടക തയ്യാറാക്കിയ വിശദമായ പദ്ധതി രേഖയ്ക്ക് അനുമതി നൽകരുതെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷനോടും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ രാഷ്ട്രീയ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണെങ്കിലും തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ ടി.വി.കെ നേതൃത്വം നൽകുന്ന തമിഴ്നാട് സർക്കാരിന്റെ പ്രമേയത്തെ പൂർണ്ണമായും പിന്തുണച്ചു. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ജനങ്ങളുടെയും കർഷകരുടെയും ക്ഷേമത്തിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി വിജയ് ആഹ്വാനവും ചെയ്തു. അതേസമയം ബംഗളൂരു നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും 400 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമാക്കാനുമാണ് മേക്കദാട്ടു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് കർണാടകയുടെ വാദം. രാമനഗര ജില്ലയിലെ കനകപുരയ്ക്ക് സമീപം കാവേരിയും അർക്കാവതി നദിയും സംഗമിക്കുന്ന ഇടത്താണ് ഈ സംഭരണി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി തമിഴ്നാട്ടിലേക്കുള്ള ജലലഭ്യതയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നും കർണാടക അവകാശപ്പെടുന്നുണ്ട്. കർണാടകയുടെ പദ്ധതി രേഖ കേന്ദ്രം തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി വിജയ് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. മേക്കദാട്ടു പദ്ധതി തടയാൻ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നിയമപരവും രാഷ്ട്രീയവുമായ നടപടികൾക്കും തമിഴ്നാട് നിയമസഭ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അനുവദിക്കില്ല എന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നും വ്യക്തമാക്കിയായിരുന്നു ടി.വി.കെ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സർക്കാരുകൾ മാറിയാലും മുല്ലപ്പെരിയാർ അടക്കം വൈകാരിക വിഷയങ്ങളിൽ തമിഴ്നാടിന് കടുത്ത നിലപാട് തന്നെയെന്ന് വ്യക്തമാക്കുകയാണ് വിജയും. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും ഉറപ്പാക്കിക്കൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തമിഴ്നാട്ടിലെ ടി.വി.കെ സർക്കാർ സ്വീകരിച്ചത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിലവിലുള്ള അണക്കെട്ട് അറ്റകുറ്റപ്പണികൾ നടത്തി ബലപ്പെടുത്താനാണ് തമിഴ്നാട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിച്ച സർക്കാർ നിലവിലെ ഡാമിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിനു പുറമെ സംസ്ഥാനത്തിന്റെ ഭാഷാ നയത്തിലും ടി.വി.കെ സർക്കാർ വ്യക്തത വരുത്തി. തമിഴും ഇംഗ്ലീഷും ഉൾപ്പെടുന്ന ദ്വിഭാഷാ നയം തന്നെയാകും സംസ്ഥാനത്ത് തുടരുകയെന്നും ത്രിഭാഷാ നയത്തോട് യോജിപ്പില്ല എന്നും സർക്കാർ ആവർത്തിച്ചു. കൂടാതെ മുൻ സർക്കാരിന്റെ കാലത്ത് ലഹരി വ്യാപനം തടയുന്നതിൽ വീഴ്ചയുണ്ടായി എന്നും നയപ്രഖ്യാപനത്തിൽ വിമർശനമുയർന്നു. അതേസമയം തൂത്തുക്കുടിയിൽ കൂറ്റൻ കപ്പൽ നിർമ്മാണശാലയ്ക്ക് പച്ചക്കൊടി വീശിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. HD ഹ്യുണ്ടായ് ആണ് 38,000 കോടി രൂപയുടെ പദ്ധതിയുമായി വരുന്നത്. കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് വിജയ് ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഈ പദ്ധതിയിലൂടെ പ്രദേശത്ത് 15,000-ഓളം പേർക്ക് നേരിട്ട് ജോലി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.